മുഖത്ത് സമാധാനം കാണണം. നമുക്കറിയോ, ഒരു മനുഷ്യന്റെ മുഖം, ആ മുഖം അള്ളാഹു തരുന്നതാ അല്ലെ? ആ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ വല്ല ചെലവുണ്ടോ? ഓരോ പുഞ്ചിരിയും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് 10 ആള് കണ്ടാൽ ആ 10 മുഅ്മിന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അതൊരു 100 ആളോട് നിങ്ങൾ പുഞ്ചിരിച്ചു, 100 ആൾക്ക് ദാനം ചെയ്ത കൂലിയാണ്. നമ്മൾ ഇങ്ങനെ പിശുക്കുന്ന ഒരു ഭാഗം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്വതക്ക അതും കൊടുക്കാൻ തയ്യാറല്ല. പുഞ്ചിരിച്ച സ്വതക്കയാണ്. നിങ്ങളുടെ സഹോദരനെ കാണുമ്പോഴേ, ഒരു മനുഷ്യനെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സ്വതക്കയാണ്, ദാനമാണ്. അതെന്തെന്നറിയോ? പൈസ കൊടുത്തവരൊക്കെ സന്തോഷം കിട്ടിയേക്കും അല്ലേ? പൈസ കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു നല്ല ഒരു മുഖം, ഒരു ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ അത് സന്തോഷം തരുന്നില്ലേ? ഇല്ലേ? മനസ്സിന് കുളിർമ ലഭിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാദിയായ ടാഞ്ചിബിൾ, പൈസയോ സാധനമോ ഗിഫ്റ്റോ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഹബീബിന്റെ മുത്തുനബിയുടെ ഉമ്മത്തികളായ നമ്മൾ മുഖത്ത് പുഞ്ചിരി കൊണ്ട് സ്വതക്ക ദാനം ചെയ്യേണ്ടവരാണ്. സ്വതക്ക ചെയ്യാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്, നഷ്ടപ്പെടുത്തേണ്ട. ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ, ഇനി മരിക്കോളം എത്ര ദിവസം ഉണ്ടെന്ന് ബാക്കിയില്ല, നമുക്കറിയില്ല എത്രയാ ബാക്കിയുള്ളതെന്ന്. ആ ദിവസങ്ങൾ പുഞ്ചിരിച്ചോളൂ മുഅ്മിനീങ്ങളെ, പുഞ്ചിരിച്ചോളൂ. ദുനിയാവിൽ ടെൻഷൻ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, ദുനിയാവിൽ പ്രശ്നമില്ലാത്തവരാരാ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിലേറ്റി നടന്ന മരിക്കണവരെ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞ സ്വതക്ക കിട്ടാൻ വല്ല വകുപ്പുണ്ടാവുമോ? നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റേതായ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ നാട്ടുകാരോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മുഖം കറുപ്പിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ കാണുന്ന ആളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഡിപ്രഷനായി. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ, ദുഃഖിതനായി മുഖം കറുപ്പിച്ചിരിക്കുന്നത് കാണുന്നവർക്ക് ഡിപ്രഷൻ അടിക്കുന്ന. നേരെ മറിച്ച് ഇന്ന് എങ്ങനെയുണ്ട്, അൽഹംദുലില്ലാഹ്, എന്ത് റാഹത്ത്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് റാഹത്തുള്ള ദിവസമാണ് എന്നൊരാൾ പറയുന്നതും, ഇന്ന് ഒരു കോണമല്ല ഇന്നത്തെ ദിവസം എന്നൊരാൾ പറയുന്നതും വ്യത്യാസമല്ലേ? ഈ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാവും അങ്ങനെ വിഷയം. ഉസ്താദേ എങ്ങനെ പറയണ്ട, ഒരാൾ അങ്ങനെ പറയും. ഇപ്പുറത്ത് എങ്ങനെയുണ്ട് ഉസ്താദേ? അൽഹംദുലില്ലാഹ്. എന്താ നമുക്ക് എന്ത് കുറവാണുള്ളത്? പറയുമ്പോൾ ഒരുപാട് പ്രശ്നമുള്ള ആളായിരിക്കും. ആ 2 മറുപടിയും നമ്മുടെ ജോലി ചെയ്യുന്ന എനർജിയെ വരെ ബാധിക്കുന്നതാണ്. ഒന്ന് ഉഷാറാക്കും, ഒന്ന് പിന്നെ ഞാനും ഇങ്ങനെ തന്നെ മതി എന്ന് തോന്നുന്നു. അതുകൊണ്ട് പുണ്യനബി ഞങ്ങൾ ഹബീബിന്റെ മുഖം എപ്പോഴും പ്രശോഭിതമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയാൻ, മാർആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി. ഞാൻ ഹബീബിനെ കാണുമ്പോഴൊക്കെ എൻ്റെ ഹബീബ് പുഞ്ചിരിച്ചതാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് മഹാനായ യൂസുഫ് സ്വഹാബ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഹബീബ് അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ?